നമുക്കൊന്നും ഊഹിക്കാൻ പറ്റാത്ത ഇതിനപ്പുറത്തുള്ള ഈ മുതുകുളത്തൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നടന്ന കലാപങ്ങൾ, ജാതി കലാപങ്ങൾ. മക്കളെ പിരിക്കും സനാതനം നിശ്ചയം ഒഴിക്കപ്പെട വേണ്ടും. വിജയ്ക്ക് അതിനുശേഷം വേണമെങ്കിലും പ്രതികരിക്കാമായിരുന്നു. അദ്ദേഹം അത് പ്രതികരിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൂന്നാമത്തെ കക്ഷിയായി വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനം പോലും അതിനോടൊരു വിട്ടുവീഴ്ചാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ശരിക്കും അവർ സനാതന ധർമ്മത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് എത്തിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ദ്രാവിഡ ഐഡിയോളജി, ദ്രവീഡിയൻ ഐഡിയോളജി എന്ന് പറയുന്നത് ഏത് വീക്ഷണകോണിൽ നിന്ന് നമ്മൾ വീക്ഷിച്ചാലും അത് വിഭജനവാദപരമായിട്ടുള്ളതാണ്. ആ സ്പീക്കർക്ക് നടത്തിയ അനുമോദന പ്രസംഗത്തിലാണ് പ്രത്യേകിച്ചൊരു കാരണവും കൂടാതെ സനാതനധർമ്മത്തിനെതിരായ പ്രസംഗം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴിനെ എപ്പോഴും ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഹൃദയവുമായി നടക്കുന്ന ഒരു മനുഷ്യനാണ്. DMKയുടെ ഈ നിലപാട് അവരെ ഇപ്പോൾ കിടക്കുന്ന കുഴിയിൽ നിന്ന് കൂടുതൽ പടുകുഴിയിലേക്ക് കൊണ്ടുപോവുകയേ ഉള്ളൂ. ഈ ഹൈന്ദവ സമൂഹത്തിന് അങ്ങനെ ഒരു വലിയ ഗുണമുണ്ട്. അവരത് സ്വയം തിരുത്തേണ്ട കാര്യങ്ങൾ അവർ സ്വയം തിരുത്തിക്കോളും. സനാതനധർമ്മം അതൊരു ചർച്ചാ വിഷയമായിട്ട്, അതായത് ഉദയനിധി സ്റ്റാലിൻ കുറച്ച് ദിവസം മുമ്പ്, അതായത് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് അതൊരു വൈറസാണ്, അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. നിയമസഭയിലും പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ കൃത്യമായി അത് ആവർത്തിക്കുകയും ചെയ്തു. വീണ്ടും അദ്ദേഹം പ്രതിപക്ഷ കക്ഷിയായി മാറി അതിൻ്റെ നേതൃത്വത്തിലുണ്ടാകുന്നൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിരുന്നും അദ്ദേഹം അത് ആവർത്തിക്കുകയാണ്. നിയമസഭയിൽ ആദ്യ സമ്മേളനത്തിൽ തന്നെ അത് പ്രഖ്യാപിക്കുകയാണ്. സനാതനധർമ്മം എന്ന ആ ഒരു ആശയത്തോടെ അല്ലെങ്കിൽ ആ വിശ്വാസത്തോടെ എന്തോ ആവട്ടെ, അതിനോട് എന്താണ് ഈ തമിഴ്നാട്ടിൽ ഇത്രയൊരു എതിർപ്പ് വരുന്നത്? സനാതനധർമ്മം എന്ന് പറയുന്ന ആ മഹത്തായ ആശയത്തോട്, വിശ്വാസത്തോട് തമിഴ്നാട്ടിൽ എതിർപ്പൊന്നുമില്ല. തമിഴ്നാട്ടിലെ ചില പ്രത്യേക വിഭാഗങ്ങൾക്കും ദ്രാവിഡ രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള ഈ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനുമാണ് സനാതനധർമ്മത്തിനോട് എതിർപ്പ്. അത് ശരിക്കും അവർ സനാതനധർമ്മത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് എത്തിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടി അവർ തന്തൈ പെരിയോർ എന്ന് വിളിക്കുന്ന EV രാമസ്വാമി നായ്ക്കറുടെ ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ടതും അതിനുശേഷം അണ്ണാദുരൈ, അതിനുശേഷം കരുണാനിധി, ആ കരുണാനിധിയുടെ കാലത്ത് തന്നെ അതിനെ പിളർന്ന് AADMK എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ടായി. അത് സനാതനധർമ്മത്തിനെതിരായിരുന്നില്ല. അങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം. അവർ അവരുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും ഈ ഹിന്ദുത്വത്തിനെതിരായി അല്ലെങ്കിൽ ഹൈന്ദവ രാഷ്ട്രീയത്തിനെതിരായ നിലപാട് സ്വീകരിച്ച് വന്നതാണ് ഈ സനാതനധർമ്മത്തിനെ എതിർക്കുക എന്ന് പറയുന്നത്. അത് EV രാമസ്വാമി നായ്ക്കറുടെ പ്രബോധനങ്ങളിൽ നിന്നാണ് ഈ വാചകം ഉണ്ടാകുന്നത്. സനാതനത്തെ അഴിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനെ പിൻപറ്റിയാണ് 2020 മുതൽ 3 വർഷം മുമ്പാണ് ഉദയനിധി സ്റ്റാലിൻ ഒരു പ്രസംഗത്തിൽ, അവരുടെ രാഷ്ട്രീയ സമ്മേളനത്തിലൊരു പ്രസംഗത്തിലാണ് EV രാമസ്വാമി നായ്ക്കരുടെ കോട്ടെടുത്ത് പ്രയോഗിച്ച് ആണ് ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കണമെന്നും ഡെങ്കി പോലെയുള്ള ഒരു വൈറസാണ് എന്നും പറഞ്ഞത്. അതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ അദ്ദേഹത്തെ വിമർശിക്കുകയും എതിരായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിനെതിരെ പ്രകടനം നടക്കുകയും കേസുകൾ വരികയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ആ കേസുകൾ പലതും കോടതിയിലാണ്. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരണത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്റ്റാലിൻ, അയാളും ഭരണത്തിൽ നിന്ന് മാറി. ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ വീണ്ടും സനാതനധർമ്മത്തിനെതിരായിട്ട് സനാതനത്തെ അഴിക്ക വേണ്ടും അങ്ങനെ എന്തോ ആണ് പുള്ളി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്. അത് ഈ TVK മന്ത്രിസഭ അധികാരമേറ്റതിന് ശേഷം സ്പീക്കറെ തിരഞ്ഞെടുത്തു. ആ സ്പീക്കർക്ക് നടത്തിയ അനുമോദന പ്രസംഗത്തിലാണ് അദ്ദേഹം പ്രസംഗത്തിൻ്റെ ഏറ്റവും അവസാനം പ്രത്യേകിച്ചൊരു കാരണവും കൂടാതെ സനാതനധർമ്മത്തിനെതിരായ പ്രസംഗം നടത്തിയത്. സഭാരേഖയിൽ വരിക എന്നുള്ള ലക്ഷ്യത്തിൽ. അതെ, സഭാരേഖയിൽ വരികയും വേണം. ഇത് ആരെയോ കേൾപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് ഉദയനിധി സ്റ്റാലിൻ്റെയും പുറത്തുള്ള ഏതോ യജമാനന്മാരെ കേൾപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവിടുത്തെ മതപരിവർത്തന ശക്തികളെ കേൾപ്പിക്കാൻ വേണ്ടി. നമ്മൾ തെളിച്ച് പറയാമല്ലോ, മതപരിവർത്തന ശക്തികളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ്. ഈ മതപരിവർത്തന ശക്തികളുടെ വഴിയെ സഞ്ചരിക്കുന്ന ആളുകളാണ് ഈ DMKക്കാർ പലപ്പോഴും. ഇപ്പോൾ വിജയ് വന്ന് അതിനെ ഒന്ന് സൂപ്പർസീഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ വിജയ് തൊഴുത് പിടിച്ചിരിക്കുന്ന ഒരു സീൻ, അതിൻ്റെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഉദയനിധി സ്റ്റാലിൻ പ്രസംഗിച്ച് ലാസ്റ്റ് നിർത്തുന്ന സമയത്ത് മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന വിജയ് ചിരിച്ചുകൊണ്ട് തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൗനം വിജയ് അതിനുശേഷം
ഈ വിഷയത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. വിജയുടെ ഈ വിഷയത്തിലുള്ള മൗനം അത് ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഇവിടുത്തെ മറ്റൊരു വിഷയം, ഉദയനിധി സ്റ്റാലിൻ ഈ പ്രസംഗം നടത്തിയതിന് ശേഷം 3 പേരും കൂടി സമാനമായ പരാമർശങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. അതായത് അവരുടെ പേര് ഞാൻ വായിക്കാം. ചെന്നൈയിലെ വേലാച്ചേരി സീറ്റിൽ നിന്നുള്ള മുൻ MLA, അദ്ദേഹത്തിൻ്റെ പേര് JMH ഹസൻ മൗലാന. പിന്നെ കോൺഗ്രസ് നേതാവും മുൻ രാജ്യസഭാ MP ഹുസൈൻ ദൽവായ്. പിന്നെ വിജയുടെ പാർട്ടിയുടെ ഒരു MLA, അയാളുടെ പേര് VMS മുസ്തഫ. ഈ 3 ആളുകളാണ് സ്റ്റാലിൻ്റെ സനാതനധർമ്മത്തെ നശിപ്പിക്കണം എന്നുള്ള വാദഗതിയെ പിന്തുണച്ച് ഞങ്ങളും സ്റ്റാലിൻ്റെ കൂടെ ഉണ്ട് എന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. അതിൽ ഈ VMS മുസ്തഫ വളരെ സ്ട്രൈറ്റായിട്ട് പറയുക, ദയാനിധി മാത്രമല്ല ഞങ്ങളും സനാതനധർമ്മത്തെ അഴിക്കാൻ വേണ്ടി തന്നെയാണ് രംഗത്തുള്ളത് എന്ന്. ഇത് കാലങ്ങളായി തമിഴ്നാട്ടിൽ പലരും പരിശ്രമിക്കുന്നതാണ്. അത് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കട്ടെ. ഇത് ഈ സനാതനധർമ്മത്തോട് ഇത്രയും, അല്ലെങ്കിൽ ആ സനാതനധർമ്മം എന്ന വിശ്വാസധാരയോട് അല്ലെങ്കിൽ ദൈവിക ആശയധാരയോട് എന്താണ് ഇത്രയും ഒരു എതിർപ്പ് ഈ വിഭാഗത്തിന് വരാൻ കാരണം? അതെങ്ങനെയാണ് ഒരു ജനകീയമായ ഒരു പ്രക്ഷോഭമാക്കി മാറ്റാൻ അല്ലെങ്കിൽ ജനകീയമായ ഒരു സ്വാധീനമാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നതിൻ്റെ ഘടകം എന്താണ്? അതൊരു ജനകീയമായ പ്രക്ഷോഭം സ്വാധീനമൊന്നും അല്ല. നമുക്ക് മനസ്സിലാകുന്നത് അവിടുത്തെ മതപരിവർത്തന ശക്തികളുണ്ടല്ലോ, ഈ മതപരിവർത്തന ശക്തികളുടെ സ്വാധീനത്തിലുള്ള ആളുകളാണ് സനാതനധർമ്മത്തിനെതിരായിട്ട് അവിടെ പ്രസ്താവനകൾ ഇറക്കുകയും അല്ലെങ്കിൽ ഇതുപോലെ രാഷ്ട്രീയക്കാരെ നിർത്തി വിജയിപ്പിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അതിനകത്തേക്ക് ഇപ്പോൾ ഈ ഹസൻ മൗലാനയെ പോലെയുള്ള ആളുകൾ, VMS മുസ്തഫയെ പോലെയുള്ള ആളുകൾ ഇടയ്ക്ക് വന്ന് കയറിയ ആളുകളാണ്. എല്ലാവരും തല്ലുന്നു എന്നാൽ പിന്നെ ഞങ്ങളും തല്ലിയേക്കാം എന്ന ഒരു ആശയത്തിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഒരു ശക്തമായ പ്രതിഷേധം ഇത്തരം ഇതിന് പിന്നാലെ വരേണ്ടതല്ലേ? കാരണം ഉദയനിധിയാകട്ടെ അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ സംസാരിച്ച 3 MLA-മാരാകട്ടെ അല്ലെങ്കിൽ മുൻ MLA ഉൾപ്പെടെയുള്ള ഈ സംഘമാകട്ടെ, അതുപോലെ തന്നെ അത് കേട്ടിരിക്കുന്നു. അതിനെ എതിർക്കാനോ അത് അങ്ങനെ ഒരു നിലപാട് ഗവൺമെൻറ്റിനില്ല അല്ലെങ്കിൽ എൻ്റെ കക്ഷിക്കില്ല എന്നൊക്കെ പറയാവുന്നൊരു കൃത്യമായ സാധ്യത വിജയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. വിജയ് ഈ വിഷയത്തിൽ കാണിച്ചത് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഇങ്ങനെയൊരു പ്രസ്താവന ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഈ മൗനം സമ്മതം എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ഇദ്ദേഹം അതിനെ പ്രതിരോധിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നെങ്കിലും പറയേണ്ടത്. അതിനുശേഷം ഇപ്പോൾ ചാട്ടുളി പോലെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നു, അപ്പോൾ പ്രതികരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വിജയ്ക്ക് അതിനുശേഷം വേണമെങ്കിലും പ്രതികരിക്കാമായിരുന്നു. അദ്ദേഹം അത് പ്രതികരിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജോസഫ് വിജയ്ക്കും ഈ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ സനാതനധർമ്മത്തിനെതിരായി പറഞ്ഞ പരാമർശത്തോട് എതിർപ്പില്ല എന്നതിൻ്റെയും കൂടി സൂചനയാണത്. പിന്നെ അത് ഭാവിയിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഇപ്പോൾ സമയം അധികം അതിക്രമിച്ചിട്ടില്ല, അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പക്ഷേ DMK-യുടെ ഈ നിലപാട് അവരെ ഇപ്പോൾ കിടക്കുന്ന കുഴിയിൽ നിന്ന് കൂടുതൽ പടുകുഴിയിലേക്ക് കൊണ്ടുപോവുകയേ ഉള്ളൂ. അവർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഭരണത്തിലിരിക്കുമ്പോൾ അവർ കാണിച്ചു കൂട്ടിയ ഹൈന്ദവർക്കെതിരായി അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനെതിരായി അവർ കാണിച്ചു കൂട്ടിയ നിരവധിയായ അനീതികൾ, ആ അനീതികളുടെ ഫലമായിട്ട് ഹൈന്ദവർ ചിന്തിച്ചതുകൊണ്ടാണ് DMK സർക്കാർ അവിടെ റീപ്ലേസ് ചെയ്യപ്പെട്ടത്. ജയിച്ചത് ജോസഫ് വിജയാണ്, അതിന് വേറെ കാരണങ്ങളുണ്ട്. പക്ഷേ അവിടെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്റ്റാലിൻ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. ആ സ്റ്റാലിൻ വിരുദ്ധ വികാരത്തിനെ ജോസഫ് വിജയ് ക്യാപിറ്റലൈസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു താൽക്കാലിക പ്രതിഭാസമാകാനാണ് സാധ്യത. തിരികെ നമ്മൾ വീണ്ടും ഈ സനാതനധർമ്മത്തിനെതിരായ പരാമർശങ്ങളിലേക്ക് വന്നാൽ അത്തരം പരാമർശങ്ങളിൽ അവർ കുറച്ച് ഇങ്ങനെ പ്രത്യേകിച്ച് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരു വിഭാഗത്തിനെ തെറ്റായ രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചു കാലം കൂടിയൊക്കെ ഉണ്ടാവും. ജനം യഥാർത്ഥ വസ്തുത അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ ഈ സനാതനധർമ്മത്തിന് എതിരായിട്ടുള്ള ഈ പ്രചരണങ്ങൾ തന്നെ അവരെ തിരിച്ചടിക്കാനാണ് സാധ്യത. ജനങ്ങൾക്കിടയിൽ ഇവരുടെ വേരുകളില്ലേ? അതായത് ഇപ്പോൾ ഈ ദ്രാവിഡ പാർട്ടി ആയാലും മറ്റു പാർട്ടികളായാലും ജനങ്ങൾക്കിടയിലേക്ക് വേരൂന്നുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ വികാരം അവർ തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നൊരു രീതി ഉണ്ടാവുമല്ലോ. അത്തരത്തിലൊരു പോപ്പുലർ വ്യൂവിലേക്ക് എന്തുകൊണ്ടാണ് ഈ പാർട്ടികളൊന്നും വരാത്തത്? ഈ സനാതനധർമ്മത്തിൻ്റെ വിഷയത്തിൽ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. അതൊരു തികച്ചും കുഴഞ്ഞ ചോദ്യമാണ്. കാരണം ഈ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ പലതും ജാതി അടിസ്ഥാനത്തിൽ
നിലനിൽക്കുന്നവരാണ്. വലിയ നമുക്കൊന്നും ഊഹിക്കാൻ പറ്റാത്ത ഇതിനപ്പുറത്തുള്ള ഈ മുതുകുളത്തൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നടന്ന കലാപങ്ങൾ, ജാതി കലാപങ്ങൾ, അത് ഒക്കെ വർഗീയ കലാപങ്ങളെക്കാൾ അപ്പുറത്തായിരുന്നു. അവിടെ ഒരു വിടവുണ്ട്. ആ വിടവിനുള്ളിലേക്കാണ് അവർ ഈ വിഷം കോരി നിറയ്ക്കുന്നത്. ആ വിടവ് അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു സ്വാഭാവിക എന്താ പറയുക പരിണാമ പ്രക്രിയയാണ്. ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല. അത് ഈ സമൂഹം, ഈ ഹൈന്ദവ സമൂഹത്തിന് അങ്ങനെ ഒരു വലിയ ഗുണമുണ്ട്. അവരത് സ്വയം തിരുത്തേണ്ട കാര്യങ്ങൾ അവർ സ്വയം തിരുത്തിക്കോളും. ആ തിരുത്താനായിട്ട് പുറത്തുനിന്ന് ഒരാൾ വരികയോ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. അവർ സ്വയം തിരുത്തി അത് ഇവർ പറയാൻ ഇടയാവുന്ന ആ കാരണങ്ങൾ ഇല്ലാതാവും നാളെ. തീർച്ചയായും രഞ്ജിത്തെ, ഈ സനാതനധർമ്മത്തോടുള്ള ഒരു വിരോധം, ഒരു കണ്ണടച്ചൊരു എതിർപ്പാണ് ഇപ്പോൾ ഈ ദ്രാവിഡ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ടി വിക്ക് അതിനൊരു അനുകൂല നിലപാട്, ടി വിക്ക് ദ്രാവിഡ പാർട്ടി അല്ല എന്നൊന്നും ഞാൻ പ്രഖ്യാപിക്കുന്നില്ല, അവരതിൽ അങ്ങനെ സ്വഭാവം അതിലില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നുമില്ല. പക്ഷേ അത്തരത്തിലൊരു മൂന്നാമത്തെ കക്ഷിയായി വളർന്നു വരുന്നൊരു പ്രസ്ഥാനം പോലും അതിനോടൊരു വിട്ടുവീഴ്ചാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ വിട്ടുവീഴ്ചാപരമായൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആ ഒരു വിഷയം അല്ലെങ്കിൽ അത്തരത്തിലൊരു രാജ്യത്തിൻ്റെ തന്നെ ഒരു ആത്മാവിനെ പ്രതികൂലമായി ബാധിക്കുന്നൊരു ഘടകം, അത്തരമൊരു സാധ്യത തെരഞ്ഞെടുപ്പിൽ ഇത്തവണ സ്വാധീനിച്ചിരുന്നു. തീർച്ചയായും ഒരു തൂക്കുമന്ത്രിസഭയിലേക്ക് കാര്യങ്ങൾ പോവുകയും പിന്നീട് മത്സരങ്ങൾ ഉണ്ടാവുകയും DMK പിളരുകയും ഒക്കെ ചെയ്തു എന്നത് യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ചോദ്യം. ഈ ഇത്തരത്തിലൊരു സാധ്യത, അതായത് അവിടെ ഒരു മാറ്റത്തിൻ്റെ സാധ്യത, സാമൂഹ്യ സാധ്യത അവിടെയുണ്ടോ? ഈ വിഷയത്തിൽ പൊതുധാരണയ്ക്ക് വിരുദ്ധമായിട്ടുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഈ കോൺഗ്രസ് മന്ത്രിസഭ ഇല്ലാതായതിനു ശേഷം ആദ്യമായിട്ടാണ് ദ്രാവിഡ രാഷ്ട്രീയ കക്ഷിയല്ലാത്ത ഒരു കക്ഷി അധികാരത്തിലേറുന്നത്. ടി വിക്ക് മുൻപ് ADMKയും DMKയും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ DMK മാത്രമായിരുന്നു, മുഖ്യമന്ത്രിമാർ മാറും എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അതിനുശേഷം 1973 മറ്റോ ആണെന്ന് തോന്നുന്നു MG രാമചന്ദ്രൻ ADMK എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിലയ്ക്ക് വാങ്ങിച്ച്, അല്ലെങ്കിൽ അതിലേക്ക് ഇദ്ദേഹം ചെന്ന് കയറുകയായിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹം ചില നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു ആരോപണമുണ്ട്. AI എന്നീ 2 വാക്കുകൾ, ആൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം. അപ്പോഴും ദ്രാവിഡ മുന്നേറ്റ കഴകം തന്നെയാണത്, ദ്രവീഡിയൻ ഐഡിയോളജിയിൽ നിലനിൽക്കുന്നത് തന്നെയാണ്. DMK ആയാലും ദ്രാവിഡ മുന്നേറ്റ കഴകം തന്നെ. ദ്രാവിഡ ഐഡിയോളജി, ദ്രവീഡിയൻ ഐഡിയോളജി എന്ന് പറയുന്നത് ഏത് വീക്ഷണകോണിൽ നിന്ന് നമ്മൾ വീക്ഷിച്ചാലും അത് വിഭജനവാദപരമായിട്ടുള്ളതാണ്. ഭാരതത്തിനെ വിഭജിക്കുവാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള നിരവധി ഐഡിയോളജികളുണ്ട്. അതിലൊന്നാണ് ദ്രവീഡിയൻ ഐഡിയോളജി. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഈ 2 രാഷ്ട്രീയ കക്ഷികളും ഇല്ലാതായി, അല്ലെങ്കിൽ 2 രാഷ്ട്രീയ കക്ഷികളും ഇല്ലാതെ മൂന്നാമതൊരു കക്ഷി അധികാരത്തിൽ കയറി എന്ന് പറഞ്ഞാൽ തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങൾ അവരവരുടെ ദേശീയതയിലേക്കുള്ള പാതയിൽ 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു എന്നാണ് അർത്ഥം. അത് വിജയിയുടെ രാഷ്ട്രീയ കക്ഷി അതിനെ പ്രത്യേകിച്ച് ഒരാൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടം ചിലപ്പോൾ തെലുങ്കുദേശം പോലെ ഒരു ശക്തമായ സംഘടനാ സംവിധാനത്തിലേക്ക് എത്തിയേക്കാം. നമുക്ക് എത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നല്ലതുപോലെ ഭരിച്ചില്ലെങ്കിൽ ഈ ജനം നാളെ മാറി ചിന്തിക്കുകയും അവർ കൂടുതൽ ദേശീയതയിലേക്ക് അടുക്കുകയും ചെയ്യാനാണ് സാധ്യത. ഈ തെരഞ്ഞെടുപ്പിൽ തിരുപ്പറക്കുണ്ടത്ത് ജയിച്ച TVK സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് ശക്തമായ ദേശീയത പാരമ്പര്യമുള്ള ആളാണ്. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം TVKയിൽ ചേരുകയും അവിടെ നിന്ന് ജയിക്കുകയും ചെയ്തു. തിരുപ്പറക്കുണ്ടം വിഷയത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. നിരവധി ആളുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കിവിടെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് മാത്രം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ്. മൂന്നാമതൊരു ശക്തിയായി വന്നിരിക്കുന്നത് തീർച്ചയായും ദ്രാവിഡൻ എന്നൊരു വാക്ക് അതിലില്ല, തമിഴ് വെട്രിക്കഴകം എന്നാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ദ്രാവിഡ രാഷ്ട്രീയം എന്നതിനപ്പുറം ഒരു ഭാഷാ സ്വത്വത്തിലേക്ക് അവർ പോകുന്നു എന്നുള്ളത് ദേശീയതയിലേക്കുള്ളൊരു യാത്രയായി നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുമോ? തമിഴിൻ്റെ പാരമ്പര്യം, ഇപ്പോൾ കേരളം, മലയാളത്തിന് തന്നെ തമിഴിൻ്റെ പാരമ്പര്യമാണുള്ളത്. ആ പാരമ്പര്യത്തെ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴിനെ എപ്പോഴും ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഹൃദയവുമായി നടക്കുന്ന ഒരു മനുഷ്യനാണ്. തമിഴ് കാശി സംഗമം, അതെ, തമിഴ് കാശി സംഗമം എന്ന് പറയുന്നത് വളരെ വിപ്ലവകരമായ ഒരു നീക്കമായിരുന്നു. മറ്റു വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും പോകുമ്പോൾ അദ്ദേഹം പല സ്ഥലങ്ങളിലും വെച്ച് തമിഴിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. ചൈനീസ് പ്രസിഡൻ്റ് ഇവിടെ വന്നപ്പോൾ
മഹാബലിപുരത്ത് വെച്ചായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദിയും ഈ ചൈനീസ് പ്രസിഡൻറ്റും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. അതിനുശേഷം മഹാബലിപുരത്തേക്കും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ധാരാളം ടൂറിസ്റ്റുകളുടെ ഒരു വൻ കയറ്റം തന്നെ ഉണ്ടായി. കന്യാകുമാരിയിൽ വന്ന് അദ്ദേഹം ധ്യാനത്തിലിരുന്നത് ഓർമ്മയുണ്ടോ? ഇപ്പോൾ കന്യാകുമാരിയിലേക്കൊന്ന് ചെന്ന് നോക്കൂ. അതിന് മുൻപുണ്ടായിരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണമാണോ ഇപ്പോൾ ഉള്ളത്? അങ്ങനെ തമിഴ്നാടിനെ എപ്പോഴും ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ഭാരതം പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ TVKയുടെ വരവ് അല്ലെങ്കിൽ DMK ഇല്ലാതാവുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഭാഷാസ്വത്വം എന്ന് നമ്മളതിനെ കാണണ്ട. തമിഴ് ഭാഷ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സ്വത്വത്തിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ്. ആ അവിഭാജ്യ ഘടകത്തിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നതിന് തന്നെ തുല്യമാണ്. അതുകൊണ്ട് തമിഴ് വെട്രി ഘടകമെന്നോ തമിഴ് സ്വത്വമെന്നോ DMK ആണ് ഈ തമിഴ് അഭിമാനം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത രീതിയിൽ ഉപയോഗിച്ചത്. ജനങ്ങളെ വഴിതെറ്റിക്കാൻ അവരാ വഴിയെ പോയില്ല. ജനം ഇപ്പോൾ വേറൊരു പാതയിലാണ്. ആ പാതയിൽ നിന്ന് അവർ ശരിയായ പാതയിലേക്ക് എത്തും. അതിനധികം താമസം വേണ്ട. അതാണോ ഈ വന്ദേ മാതരം തുടക്കവും ഒടുക്കവും ആലപിക്കുകയും അത് പിന്നെ പ്രശ്നമായി എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അതിൽ തർക്കങ്ങളുണ്ടായി എന്നുള്ളത് വേറെ കാര്യം. അത് ചില നിക്ഷിപ്ത താല്പര്യങ്ങളാണെങ്കിൽ കൂടി തമിഴ്നാട്ടിൽ വന്ദേ മാതരം ആദ്യവും അവസാനവും ആലപിച്ച ഒരു പൊതു പരിപാടി അല്ലെങ്കിൽ ഈ സർക്കാർ പരിപാടി നടന്നു എന്നുള്ളത് ഒരു സൂചനയാണോ? വന്ദേ മാതരം ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച്, പുതിയ ചട്ടങ്ങളനുസരിച്ച് ദേശീയ ഗീതം തുടക്കവും ഒടുക്കവും ആലപിച്ചേ പറ്റൂ. ആ ചട്ടം അവർ പാലിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ല, അതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇത് നടപ്പിലാക്കിയവർക്ക് അതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യമെന്നുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ അതിനെ എതിർത്തവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യം തൽക്കാലം വിലപ്പോവില്ല.